കണ്ണൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കമ്പാട്ട് KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ മകൾ ഹിമ, കണ്ണൻ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഈ മരണത്തിന്റെ കാരണം സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അക്ഷയ്, രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം. പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കാരണം, മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ കുട്ടികളെ കൊലപ്പെടുത്തി മുതിർന്നവർ ജീവൻ ഒടുക്കിയതാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പക്ഷെ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. രാമന്തളി വടക്കുംപാടുള്ള KT കലാധരന്റെ അമ്മ ഉഷ, ഈ കലാധരന്റെ 5 വയസ്സുള്ള മകൾ ഹിമ, 2 വയസ്സുള്ള മകൻ കണ്ണൻ, ഇവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടികൾ 2 പേരും നിലത്ത് കിടക്കുന്ന നിലയിലാണ്. ഈ മുതിർന്നവർ 2 പേരും തൂങ്ങിയ നിലയിലാണുള്ളത്. പോലീസ് സംഭവ സ്ഥലത്തുണ്ട്. പരിശോധനകൾ നടത്തി വരികയാണ്. സന്തോഷ്, പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് പോലീസ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് നൽകിയിട്ടില്ല. പക്ഷേ പ്രാഥമികമായ ഒരു പരിശോധനയിൽ കുട്ടികളെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം പോലീസ് നൽകുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അക്കാര്യത്തിൽ ഏതെങ്കിലും സ്ഥിരീകരണം നൽകിയിട്ടില്ല. അവിടെയുള്ള നിലവിലുള്ള സാഹചര്യ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു നിഗമനം. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അയൽവാസികളും പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അക്ഷയ്, സന്തോഷ്, ഏകദേശം എത്ര മണിയോട് കൂടിയാണ് ഈ വിവരം പുറത്തേക്ക് വരുന്നത്? ആരാണ് ഈ ആളുകൾ മരിച്ച നിലയിൽ ഇവരെ ആദ്യമായി കണ്ടെത്തിയത്? 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വീടിനടുത്തുള്ള ആളുകളാണ് ഇത് അറിഞ്ഞ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അയൽവാസികൾക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് വിവരം നൽകാൻ കഴിയുന്നില്ല. എന്താണ് കാരണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാരണങ്ങൾ അവർക്ക് അറിയില്ല. ഈ കലാധരന്റെ അമ്മയാണ് മരിച്ചത്. ഇവരുടെ ഭാര്യ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും കൃത്യമായ ഒരു വ്യക്തത കുറവുണ്ട്. അക്കാര്യം ഈ അയൽവാസികൾ പോലും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അക്ഷയ്, സന്തോഷ്, ഈ മൃതദേഹങ്ങൾ ഇപ്പോഴും ഈ വീടിനുള്ളിൽ തന്നെയാണോ? 8 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടില്ലേ? മാറ്റിയിട്ടില്ല. വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അവിടെ പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാം തന്നെയുണ്ട്. അവിടെ നിന്നും അല്പസമയത്തിനകം മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളതാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. സന്തോഷ്, ഈ പരിസരവാസികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളോ മറ്റോ ലഭ്യമായിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും? ഈ സമീപത്തുള്ള ആളുകൾക്കും അയൽവാസികൾക്കും കൂടുതൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അവിടെ അവർ പറയുന്നത് ഈ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അയൽവാസികൾ പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ കാരണം എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അതും കൂടുതൽ അതിനെ സംബന്ധിച്ച വിവരങ്ങളും അവർക്ക് ലഭിച്ചിട്ടില്ല. ഇത് പൊതുവെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അയൽവാസികൾ ഉൾപ്പെടെ രാത്രിയാണ് സംഭവം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അതിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടുതലായി ഇപ്പോൾ ലഭിച്ചിട്ടില്ല. പോലീസിനും കൂടുതൽ വിവരങ്ങളില്ല. പോലീസും അവിടെ എത്തി ഇപ്പോൾ പരിശോധന ആരംഭിച്ചതേ ഉള്ളൂ. ഇനി മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയൽവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമെല്ലാം മൊഴികൾ ശേഖരിച്ചാൽ മാത്രമേ എന്താണ് ഇതിന് കാരണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത ലഭിക്കുകയുള്ളൂ. അക്ഷയ്, സന്തോഷ്, ഈ കുട്ടികളെ കൊലപ്പെടുത്തി അതിനുശേഷം ഇരുവരും ജീവൻ ഒടുക്കിയതാണ് എന്ന നിഗമനത്തിൽ തന്നെയാണല്ലേ പോലീസ് ഇപ്പോഴുള്ളത്? അതായത് നിലവിലെ സാഹചര്യ തെളിവുകൾ പരിശോധിച്ചാണ് പോലീസ് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കലാധരന്റെ അമ്മയും കലാധരനും തൂങ്ങിയ നിലയിലാണുള്ളത്. അത് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനി പോലീസ് എങ്ങനെയാണ് ഈ സംഭവിച്ചത് കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം തന്നെ കുട്ടികൾ നിലത്ത് കിടക്കുന്ന നിലയിലാണുള്ളത്. അതുകൊണ്ട് കുട്ടികളെ ചെറിയ കുട്ടികളാണ്, 5ഉം 2ഉം വയസ്സുള്ള കുട്ടികളാണ്. അതുകൊണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് പ്രാഥമികമായി തന്നെ പോലീസിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ അമ്മ തൂങ്ങിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയോ അത് പോലീസ് ഈ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ. അക്ഷയ്.
ശരി സന്തോഷ്. കണ്ണൂർ രാമന്തളിയിലാണ് ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.